ആരുടെയും കൂടെ ഒളിച്ചോടിയതല്ല. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയതാണ്. ഫുഡ് കഴിച്ചു, കിസ് ചെയ്തു, ഒരുമിച്ച് കിടന്നു. എനിക്കറിയില്ല അവൻ ഇവരൊക്കെ കൂടി കൊന്നു. എനിക്കറിയില്ല. പറഞ്ഞു അവന്റെ ₹1 ഞാൻ ചെലവാക്കിയിട്ടില്ല എന്നാണ്. ഇവളുടെ ഗൂഗിൾ പേ ഇപ്പൊ നമ്മുടെ കയ്യിലാ. മറ്റേതിനു വേണ്ടി എന്റെ കടിപ്പ് മാറ്റാൻ പോയതല്ല. ഒന്നിന്റെ കടിപ്പുമല്ല. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സഫാന, ഒട്ടുമിക്ക പേർക്ക് സഫാനെ അറിയാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും വിട്ടിട്ട് ഒരു അന്യമതസ്ഥനൊപ്പം, അതായത് ശ്രീഹരി എന്ന് പറയുന്ന ഒരു അന്യമതസ്ഥനൊപ്പം ചാടിപ്പോയവളാണ് ഈ സഫാന എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് സഫാനയുടെ അവസ്ഥ വളരെ 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 കഷ്ടത്തിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീഹരിയും അവളെ കൈയൊഴിഞ്ഞു. സഫാന ഇപ്പം വെറും കറിവേപ്പില എന്ന് പറയത്തില്ലേ, ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ പുല്ലുപോലെ, അവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അവളെ പുല്ലുപോലെ എടുത്ത് കളയുകയും ചെയ്തു. വലിയൊരു ബിസിനസ്സുകാരന്റെ വൈഫായിരുന്നു ഈ സഫാന എന്ന് പറയുന്നത്. ഈ സഫാനയാണെങ്കിൽ ശ്രീഹരിക്ക് അപ്പൊ ഒളിച്ചോടിയതിനു ശേഷം അദ്ദേഹം കൊണ്ടുപോയി കേസ് കൊടുക്കുകയും ഇവളെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. അദ്ദേഹം വേറൊരു ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ ഇവള് കുറെ നാളുകൾക്ക് ശേഷം ഇവള് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ശ്രീഹരിക്കൊപ്പം ഒളിച്ചോടിയതല്ല, ഞാനാണെങ്കിൽ എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ്. അതായത് ഹസ്ബൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ് എന്നാണ് ഈ സഫാന അന്ന് വന്നിരുന്നു. കുറെ മക്കളുള്ള ഉപ്പ, എന്റെ ഭർത്താവിന്റെ ഉപ്പ, 4 ഭാര്യമാര്, മക്കള്, അതിന്റെ ഭാര്യമാരും മക്കളും, ഏട്ടൻ ഷൗക്കത്ത് 1.5 വർഷമായി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് 5 ലക്ഷം 10 ലക്ഷം തന്നാ നിനക്ക് എന്റെ വീട്ടിലോട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് അവരുടെ ഭാര്യന്റെ കുടുംബക്കാരെ വിളിച്ചാൽ അറിയാം. നരകിപ്പിച്ച് വിട്ടത് അവളെ. അവർക്ക് വേണ്ടി സംസാരിച്ചിട്ട് എന്റെ മുട്ടുകാല് തലയൊടിച്ചിട്ടുണ്ട് എന്റെ ഭർത്താവ്. എന്റെ മോന് എന്നെ അടക്കം തലയിന്ന് രാത്രി പൂട്ടിയിട്ടത് ഒരു ക്യാമറ ഓഫ് ആക്കി എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഏതുപോലെ തന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞിട്ട് അതിനുള്ള തെളിവ് കൊടുത്തു. ഇവരുടെ പണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് കൊടുത്തു. ഇവരുടെ സ്വർണം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് കൊടുത്തു. എന്റെ മേലും കയ്യിലുള്ള ഒട്ടാക സ്വർണങ്ങൾ അവരാ എന്നോട് ഊരിയിട്ടാ ഞാൻ അവിടെ കൊടുത്തിട്ടാ ഞാൻ ഇറങ്ങുന്നത്. ₹1 കയ്യിട്ടാ ഞാൻ ഇറങ്ങുന്നത്. ഒരു തരി പൈസക്ക് വേണ്ടിട്ടല്ല. എനിക്ക് ₹1 എനക്ക് വേണ്ട. സഫാനെ പോലെ ചില പ്രവാസി ഭാര്യമാര്, അവരാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചാറ്റിംഗ് ആയി കോളിംഗ് ആയി, ഈ സോഷ്യൽ മീഡിയ വഴി ഇപ്പൊ സ്വാഭാവികമാണ്. അങ്ങനെ ചാറ്റിംഗ് ആയി കോളിംഗ് ആയി പിന്നീട് അങ്ങ് ഒളിച്ചോട്ടമായി. ഇവളുമാർ അറിയുന്നില്ല, അണയാൻ പോകുന്ന വെട്ടത്തിലോട്ട് ഇവളുമാർ ഈ കിടന്ന് ചാടി കൊടുക്കുന്നത് എന്ന് ഈ മണ്ടികൾക്ക് അറിയുന്നില്ല. അവളുമാർ ഏതാണ്ട് സ്വർഗമാണ് എന്നും കരുതിയിട്ടാണ് നല്ലൊരു ജീവിതം കളഞ്ഞിട്ട് ചാടി അങ്ങ് പോകുന്നത്. എല്ലാ പ്രവാസികളുടെ ഭാര്യമാരല്ല കേട്ടോ പറയുന്നത്. ഞാനും ഒരു പ്രവാസിയുടെ വൈഫ് തന്നെയാണ്. നമുക്കറിയാം നമ്മളുടെ ഹസ്ബൻഡ് നമ്മളെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നോക്കുന്നത്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട്. നമ്മൾ ഒരിക്കലും ആ ഒരു തെറ്റിലേക്ക് പോകത്തില്ല എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ചില പെണ്ണുങ്ങള് ഇങ്ങനെ ചാറ്റിംഗ് ആയി കോളിംഗ് ആയി ഇറങ്ങി അങ്ങ് ചാടി അങ്ങ് പോയിരിക്കുകയാണ്. ആ പോകുന്നത് എന്തായാലും കത്തിത്തീരാൻ പോകുന്ന ഒരു തിരിയിലേക്കാണ് അവള് ചെന്ന് ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടിയതല്ല. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയതാണ്. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇറങ്ങി പോയതാണ്. ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തു എന്ന് വെച്ചിട്ട് അത് സത്യമാണോ അല്ലയോന്ന് അറിയാണ്ട് എങ്ങനെയാ നിങ്ങൾ അതിനെ ഡിഫറൻസ് ചെയ്യുന്നത്? അവരുടെ കുടുംബക്കാരല്ലേ അവരുടെ ഉക്താപാനും ദുബായിൽ കറങ്ങി നടക്കുന്നു. കുടുംബക്കാർക്ക് അറിയാം, കൂട്ടിക്കൊടുക്കുന്ന എല്ലാവരും ഒരുമിച്ച്. അനിയൻ സ്വന്തം ഭാര്യയും മക്കളെ 1.5 വർഷമായി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് 5 ലക്ഷം 10 ലക്ഷം തന്നാ നിനക്ക് എന്റെ വീട്ടിലോട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് അവരുടെ ഭാര്യന്റെ കുടുംബക്കാരെ വിളിച്ചാൽ അറിയാം. നരകിപ്പിച്ച് വിട്ടത് അവളെ. അവർക്ക് വേണ്ടി സംസാരിച്ചിട്ട് എന്റെ മുട്ടുകാല് തലയൊടിച്ചിട്ടുണ്ട് എന്റെ ഭർത്താവ്. എന്റെ മോന് എന്നെ അടക്കം തലയിന്ന് രാത്രി പൂട്ടിയിട്ടത് ഒരു ക്യാമറ ഓഫ് ആക്കി എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഏതുപോലെ തന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞിട്ട് അതിനുള്ള തെളിവ് കൊടുത്തു. ഇവരുടെ പണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് കൊടുത്തു. ഇവരുടെ സ്വർണം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് കൊടുത്തു. എന്റെ മേലും കയ്യിലുള്ള ഒട്ടാക സ്വർണങ്ങൾ അവരാ എന്നോട് ഊരിയിട്ടാ ഞാൻ അവിടെ കൊടുത്തിട്ടാ ഞാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തരി പൈസക്ക് വേണ്ടിട്ടല്ല. എനിക്ക് ₹1 എനക്ക് വേണ്ട. ചാടി പോകുന്ന സമയത്ത്, അവന്റെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത്
ഭയങ്കര സന്തോഷമായിരിക്കാം, ഏതാണ്ട് സ്വർഗം പിടിച്ചടക്കിയ ഒരു അനുഭൂതി ആയിരിക്കാം. എന്നാൽ ഈ സഫാനയ്ക്ക് കാലം കരുതി വെച്ചതാണ് ഈ കണ്ണുനീര്. ഇപ്പൊ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആ കാലം കരുതി വെച്ചതാണ് ആ കണ്ണുനീര്. കാരണം ഈ സഫാനയുടെ ഉമ്മയും വാപ്പയും ആ എല്ലാവരും എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ടാവും, എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു ജീവിതം എടുത്തു കളഞ്ഞിട്ട് ഈ ശ്രീഹരിക്കൊപ്പം പോയപ്പം ആ മാതാപിതാക്കൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ഹസ്ബൻഡ് അന്ന് ചോദിച്ചു, നിനക്ക് ശ്രീഹരി വേണോ എന്നെ വേണോ എന്ന് അവളോട് ചോദിച്ചതാണ്. അപ്പൊ അവള് പറഞ്ഞ മറുപടി, എനിക്ക് ശ്രീഹരിക്കൊപ്പം പോയാൽ മതി എന്നാണ്. എന്തായാലും ഹസ്ബൻഡിന്റെ വീട്ടിൽ ഒരു കുറവുമില്ല, നല്ല രീതിയിൽ തന്നെ ജീവിച്ചവളാണ് ഈ സഫാന എന്ന് പറയുന്നത്. അതിനിടയ്ക്കാണ് ഈ ശ്രീഹരിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ പ്രശ്നങ്ങളെല്ലാം നടന്നതിന് ശേഷം ഈ ഹസ്ബൻഡ് ഇവളോട് പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല, ഞാൻ എല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സഫാന എന്ന് ആ ഹസ്ബൻഡ് ഇവളോട് പറഞ്ഞതാണ്. ആ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഇവൾ ഒളിച്ചോടിയതിനു ശേഷം അങ്ങനെ പറയണമെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിൽ നന്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ ഇവക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവൾ അന്നേരം കണ്ടൊരു സ്വർഗം ആ ശ്രീഹരി, ആ അവന്റെ ഒപ്പം ചാടിപ്പോവുക. ഇവൾ അപ്പോഴും പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണ്ട, എനിക്ക് ശ്രീഹരിയുടെ കൂടെ പോയാൽ മതി എന്നും പറഞ്ഞിട്ടാണ് ശ്രീഹരിയുടെ കൂടെ അങ്ങ് പോയത്. അവർക്ക് എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അവര് മുതൽ വൈകിട്ട് വരെ സ്റ്റേഷൻ കയറി ഇറങ്ങാം. ഈ ഹസ്ബൻഡിനെ തോന്നുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും വരില്ല. എന്റെ ഉപ്പാടെ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഞാൻ 5 വർഷത്തെ ജീവിതം മടുത്തിട്ട് അവിടുന്ന് ഇറങ്ങുന്നത്, എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇറങ്ങുന്നത്. എന്റെ ചെവിയിലുണ്ടായ ഒരു മുക്കിന്റെ കമ്മൽ പോലും ഊരി വാങ്ങിച്ചത്. ഇവളുമാർക്കൊക്കെ കല്യാണത്തിന് മുന്നേ ഒരു അഫയർ ഉണ്ടായിരുന്നു എങ്കിൽ എന്തിനാണ് പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ ചതിക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് നിന്നു കൊടുക്കുന്നത്? അപ്പോഴേ പറഞ്ഞുകൂടായിരുന്നു അവളുമാർക്ക് ഇത് വേണ്ടാന്ന്. അപ്പൊ അവളുമാരുടെ വായിൽ എന്താ കുഴക്കട്ടയായിരുന്നോ? അവളുമാർക്ക് അന്നേരം ഒന്നും പ്രതികരിക്കാൻ വയ്യായിരുന്നു. ഈ ഒളിച്ചോടാൻ കാണിക്കുന്ന ഈ ഹസ്ബൻഡിനെയും ഉമ്മായും ബാപ്പായും ഒക്കെ ചതിച്ചിട്ട് ഒളിച്ചോടാൻ കാണിക്കുന്ന ധൈര്യം അന്ന് എന്തുകൊണ്ട് ഇവളുമാര് കാണിക്കുന്നില്ല? അതുപോലെ തന്നെയാണ് ദിയയുടെ കാര്യം. നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ കിരണിനൊപ്പം ചാടിപ്പോയൊരു ദിയയുടെ കാര്യം. ഇപ്പൊ ആ കിരണും അവളെ എടുത്ത് ഉപേക്ഷിച്ചിട്ട് വെറും കറിവേപ്പില മാത്രമായിരിക്കുകയാണ് ഇപ്പൊ ദിയ. ശരിക്കും ഓരോ പെൺകുട്ടികളും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ചാടിപ്പോകുമ്പോൾ ഉള്ള ഒരു ഭവിഷ്യത്തുകള്. അതാരും മനസ്സിലാക്കുന്നില്ല. ഇത് ഒരുപാട് പെൺകുട്ടികൾ പഠിക്കേണ്ടത് തന്നെയാണ്. കണ്ടവർക്കൊപ്പം ചാടി അങ്ങ് പോകുന്ന, അതായത് ഹസ്ബൻഡിനെയും മക്കളെയും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ചാടിപ്പോകുന്ന പെണ്ണുങ്ങള് ചെന്ന് ചാടിക്കൊടുക്കുന്നത് പടുകുഴിയിലേക്ക് തന്നെയാണ്. അവരറിയുന്നില്ല, ഈ മണ്ടികൾ അറിയുന്നില്ല അവര് പോയി ചാടിക്കൊടുക്കുന്നത് വെറും വേസ്റ്റ് കൊട്ടയിലേക്ക് ആണ് ഇവര് എന്ന് ചാടിക്കൊടുക്കുന്നത് എന്ന്. ആദ്യമൊക്കെ തേനെ പാല് എന്നും പറഞ്ഞിട്ട് പഞ്ചാര എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹം കാണിക്കുമ്പോ ഈ മണ്ടികൾ അങ്ങ് വിശ്വസിച്ചു പോകും. അത് കേട്ടോണ്ട് അങ്ങ് ചാടി ഇറങ്ങി അങ്ങ് പോയിട്ട് അവിടെ ചെന്നിട്ട് വീണ്ടും അതുപോലെ അവര് വിളിക്കുവോ? ഒരിക്കലും ഇല്ല. ആ ഒരു ലൈഫ് ആയിരിക്കും, ആ സ്നേഹം കാണിക്കുന്ന ഒരു ലൈഫ് ആയിരിക്കും അവർക്ക് അവിടെ കൊടുക്കുന്നത്. അതുമല്ല, അവിടെ ചെല്ലുമ്പോഴാണ് അവരറിയുന്നത് കൈപ്പേറിയ ദുരിതമേറിയ ഒരു ജീവിതത്തിലേക്കാണ് ഞാൻ ചെന്ന് ചാടിക്കൊടുത്തത് എന്ന്. പിന്നെ കൈയും കാലും ഇട്ടടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. മിന്നുന്നതൊന്നും പൊന്നല്ല, അത്ര മാത്രം വിചാരിച്ചാൽ മതി. ഉള്ള ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു തീർക്കുക.